ഗുണ്ടായിസവും പീഡനവും എല്ലാം അല്ലേ ഇതിന്റെ എല്ലാം കാര്യം. ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇടതും വലുതും മാറി മാറി ഭരിച്ചു മുടിച്ച കേരളത്തിൽ ഒറ്റകക്ഷിയായിട്ട് NDA ഭരിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലേക്ക് വരണം. അവരോട് എനിക്ക് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. കാരണം ഇവർ ഈ കൊള്ളരായ്മ കാണിച്ചില്ല, ജയിക്കല BJP. തൃപ്പൂണിത്തുറയിൽ ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഇനി BJPക്ക് മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ബാക്കി ഇരു മുന്നണികൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് സ്വർണ്ണക്കൊള്ളയോ പീഡനമോ അതുപോലെ അഴിമതിയോ എല്ലാം കാണിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്നാലേ നിയമസഭയിലേക്ക് ഞങ്ങൾക്ക് കയറാൻ. അവരുടെ രാഷ്ട്രീയ ലാഭം നോക്കി മാത്രം കാശുണ്ടാക്കുക എന്നുള്ള കള്ളക്കടത്ത് നടത്തുക, ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശേ ഇതിനു മുമ്പുള്ള കൗൺസിലുകൾക്ക് ഉണ്ടായിട്ടുള്ളൂ. വിജയം എന്നുള്ളതല്ല, ഇത് ഞങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഓരോ BJP പ്രവർത്തനം ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. LDFും UDFും കാലങ്ങളായി മാറി മാറി ഭരിച്ചിരുന്ന തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം BJP പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ വിജയത്തെ തൃപ്പൂണിത്തുറക്കാർ എങ്ങനെ നോക്കിക്കാണുന്നു? അവർ ഈ വിജയം പ്രതീക്ഷിച്ചിരുന്നു? നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ, ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് BJP ഇവിടെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചിരിക്കുകയാണ്. ഈ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? 100%. അതിനുവേണ്ടി പ്രവർത്തിച്ചവരുമാണ് ഞങ്ങള്. 100% ഇവിടെ BJPയുടെയാണ്. മാറി നിൽക്കാൻ ഒക്കെയല്ലോ. ഇപ്പൊ ഇവിടെ നടക്കുന്ന ശബരിമല കൊള്ളയും ഇവിടെ ഗുണ്ടായിസവും പീഡനവും എല്ലാം അല്ലേ ഇതിന്റെ എല്ലാം കാര്യം. കാരണം BJPയെ പോലെയുള്ള പാർട്ടിയെ ജയിപ്പിക്കാൻ കാരണം ഇവിടുത്തെ മറ്റുള്ള പാർട്ടിക്കാരാണ്, എസ്പെഷ്യലി ഇടതുപക്ഷമാണ് BJP ജയിപ്പിക്കാൻ കാരണം. അവരോട് എനിക്ക് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. കാരണം ഇവർ ഈ കൊള്ളരായ്മ കാണിച്ചില്ല, ജയിക്കല BJP. അവർ വീണ്ടും കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് വീണ്ടും അത് ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം സ്വർണ്ണക്കൊള്ളയോ പീഡനമോ അതുപോലെ അഴിമതിയോ എല്ലാം കാണിക്കണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എന്നാലേ നിയമസഭയിലേക്ക് ഞങ്ങൾക്ക് കയറാൻ ഒക്കൂ. കാരണം മൈനോറിറ്റികൾ കൂടുതലുള്ള ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് BJP കിട്ടണ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇനിയും BJP കിട്ടുള്ളൂ. അതുകൊണ്ട് വളരെ സന്തോഷം. തൃപ്പൂണിത്തുറയിൽ പ്രതീക്ഷിക്കാത്തതല്ല, തൃപ്പൂണിത്തുറയിൽ പ്രതീക്ഷിച്ചതാണ്. കാരണം ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് ഇടതും വലുതും മാറി മാറി ഭരിച്ചു മുടിച്ചതാണ്. 2 ഷോപ്പിംഗ് മാൾ അവിടെ പണിത്, ഷോപ്പിംഗ് മാൾ എന്ന് പറയുന്ന 2 കെട്ടിടങ്ങൾ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഒരു ഗുണവുമില്ല. എത്ര സ്ഥലവും എത്ര മെറ്റീരിയലും എത്ര ലേബറും എത്ര പൈസയുമാണ് കളഞ്ഞിരിക്കുന്നത്. അത് നല്ലൊരു രീതിയിൽ ഒരു കോംപ്ലക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് എത്രയോ ആൾക്കാർക്ക് ജോലി കിട്ടും. ഈ ഇവര് പറഞ്ഞു നടക്കുന്ന തൊഴിലെല്ലാം കൊടുക്കാൻ പാടില്ലേ? അത് ചെയ്യാതെ അവരുടെ രാഷ്ട്രീയ ലാഭം നോക്കി മാത്രം കാശുണ്ടാക്കുക എന്നുള്ള കള്ളക്കടത്ത് നടത്തുക, ആൾക്കാരെ പറ്റിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശേ ഇതിനു മുമ്പുള്ള കൗൺസിലുകൾക്ക് ഉണ്ടായിട്ടുള്ളൂ. അതിന് മാറ്റം വരുത്തണം. അത് നമ്മുടെ ജനങ്ങൾ, തൃപ്പൂണിത്തുറ നിവാസികൾ വളരെയധികം അതിനുവേണ്ടി പ്രയത്നിക്കേണ്ട. അതാണ് ഈ വിജയങ്ങൾക്ക് കാരണം. അത് പ്രതീക്ഷ തന്നെയാണ്. ഈ ശ്രീ പൂർണ്ണത്രേശന്റെ അമ്പലത്തിൽ വരെ രാഷ്ട്രീയം കൊണ്ടുകയറ്റിയവന്മാരാണ് ഇപ്പോഴത്തെ ഭരണകർത്താക്കൾ, അവിടെയുള്ള ഭരണകർത്താക്കൾ. അതിനോടുള്ള എല്ലാവരുടെയും, ഈ ഭക്തജനങ്ങളുടെയും ശ്രീ പൂർണ്ണത്രേശന്റെയും ശ്രീ ധർമ്മശാസ്താവിന്റെയും ഭക്തരുടെ എതിർപ്പ് തന്നെയാണ് ഇത്രയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള കാരണം. ഈ വിജയത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രയത്നിച്ചതാണ്. ഈ ഒരു വിജയം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് ഒറ്റ ഭൂരിപക്ഷമായിട്ടുള്ളൂ. നമുക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാമെന്നുള്ള അവസ്ഥയിലാണ്. എന്നാലും കൂടി കഴിഞ്ഞ പ്രാവശ്യം ഉള്ള 17 സീറ്റിൽ നിന്നും 21 സീറ്റിൽ ഒറ്റകക്ഷിയാകുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. പിന്നെ തൃപ്പൂണിത്തുറയ്ക്ക് ആവശ്യമുള്ള ഒരുപാട് വികസനങ്ങള് നമുക്ക് കേന്ദ്രത്തിൽ നിന്നാണ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ സഹായിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു മാൻഡേറ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്നാണേലും ഇനിയും കിട്ടുന്നത് ഈ വിജയം വളരെ വലിയ വിജയമാണ്. ഇനിയും നമുക്ക് പെട്ടെന്ന് ഇതിനേക്കാളും ഒരു വിജയം നമുക്ക് നിയമസഭയ്ക്കും നേടാനാകും എന്നുള്ളൊരു പ്രതീക്ഷ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പല സ്ഥലങ്ങളിൽ നമ്മളിപ്പം കോർപ്പറേഷനിൽ നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നമുക്ക് ജയിക്കാൻ പറ്റി. പിന്നെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഗ്രാമപഞ്ചായത്തുകള്, പല പഞ്ചായത്തുകള്, പല മുനിസിപ്പാലിറ്റികള്, കൊല്ലം കോർപ്പറേഷന്, അവിടെയെല്ലാം നമ്പർ ഒരുപാട് നമ്മൾ കൂടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വോട്ട് പെർസെന്റേജ് ആണെങ്കിലും വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പ്രതിഫലിക്കണം. കേരളത്തിൽ ഒറ്റകക്ഷിയായിട്ട് NDA ഭരിക്കുന്ന ഒരു അവസ്ഥ കേരളത്തിലേക്ക് വരണം. അതിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ ഈ താമരകുളങ്ങര വാർഡിന്റെ കഴിഞ്ഞ കാല ചരിത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയിൽ
ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും താമരകുളങ്ങര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും താമരകുളങ്ങളിലെല്ലാം തന്നെ ഏത് സമയത്തും എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കൊറോണ കാലത്തൊക്കെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളൊരു വാർഡ് തന്നെയാണിത്. അടിസ്ഥാനപരമായിട്ട് തൃപ്പൂണിത്തുറയുടെ ഒരു മനസ്സ് എന്ന് പറയുന്നത് പണ്ട് മുതലേ തന്നെ BJPയോട് വളരെ അനുകൂലമായിട്ട് തന്നെയാണ്. കാരണം 82-ൽ BJP രൂപീകൃതമായ സമയത്ത് തന്നെ ആദ്യം തന്നെ നമുക്ക് തൃപ്പൂണിത്തുറ ഒരു കൗൺസിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ മെട്രോ നഗരം എന്ന രീതിയിലുള്ള തൃപ്പൂണിത്തുറയുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റപ്പെടേണ്ട സമയമായി കഴിഞ്ഞു. കാരണം ഒരുപാട് തരത്തിലുള്ള വെല്ലുവിളികൾ, പ്രത്യേകിച്ചും ജനസംഖ്യ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന സമയങ്ങളിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഏറ്റവും വികസന ചിന്താഗതിയുള്ള ഒരു ഭരണം, അല്ലെങ്കിൽ അങ്ങനെ യുവത്വം മുമ്പിൽ നിൽക്കുന്ന ഒരു ഭരണം വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിജയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടി തന്നെയാണ്. തൃപ്പൂണിത്തുറ ഇത് ആവശ്യപ്പെടുന്നതാണ്. തൃപ്പൂണിത്തുറയിൽ ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ ഇനി BJPക്ക് മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. ബാക്കി ഇരു മുന്നണികൾക്ക് ആവശ്യത്തിൽ കൂടുതൽ സന്ദർഭങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവർ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും തൃപ്പൂണിത്തുറ തന്നെ ഒരു പ്ലാനിങ്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഈ കൊച്ചി നഗരത്തിൽ നേരിടുന്ന ഒരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകളിലൂടെ ഈ നഗരത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് ഒരു വികസിത കാഴ്ചപ്പാടുള്ള BJPക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വിജയം എന്നുള്ളതല്ല, ഇത് ഞങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഓരോ BJP പ്രവർത്തനം ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇത് പ്രതീക്ഷിച്ചത് മാത്രമല്ല, ഇത് നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം ഇത് കാലത്തിന്റെ അനിവാര്യതയാണ്.